പാർട്ടിയുടെ മണ്ഡലം കാര്യാലയം ഇവിടെ കുന്നിക്കോടേക്ക് അതിന്റെ കാര്യാലയം മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഈ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് ആ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജി ബാഹുലെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി രാജീവ് പ്രസാദ്, മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ മൈക്കൽ മധു, സ്വാഗതം ആശംസിച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് ഇളമ്പൻ, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പുത്തേരം ബിജു, മുൻ സംസ്ഥാന ഉപാധ്യക്ഷ പി രാധാമണി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ മൈക്കൽ സോമൻ, ശ്രീ ജയചന്ദ്രൻ, ശ്രീ അരുൺ, ജില്ലാ സെക്രട്ടറിയും മണ്ഡലം പ്രഭാരിയുമായിട്ടുള്ള ബബുൽ ദേവ്, ജില്ലാ സെക്രട്ടറി ബൈജു തോട്ടശ്ശേരി, സംസ്ഥാന കൌൺസിൽ അംഗം ശ്രീ വിളക്കുടി ചന്ദ്രൻ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന നിതീഷ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പാർട്ടിയുടെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ഹാളിനകത്ത് പ്രവേശിക്കാൻ സാധിക്കാത്ത, പുറത്തുനിന്ന് എന്റെ വാക്കുകൾ ശ്രവിക്കുന്ന ബിജെപിക്കാരായവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം. നേരത്തെ ഇവിടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു, ചെങ്ങമനാട് പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുടെ നിയോജക മണ്ഡലം കാര്യാലയം കുന്നിക്കോടേക്ക് അതിന്റെ പ്രവർത്തനത്തിന്റെ കേന്ദ്രം ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന ചടങ്ങ് എന്ന നിലയിലാണ് ഈ പരിപാടി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രദേശം ദേശീയ പ്രസ്ഥാനം 50 വർഷം മുൻപ് സജീവമായ പ്രദേശമായി പ്രവർത്തിച്ചിരുന്നവർ ഏറ്റവും വലിയ സൂചനയാണ്. ആ കാലത്ത് ഇന്ന് ഈ നാട്ടിൽ ഈ ജനാധിപത്യം വെല്ലുവിളികൾ നേരിട്ടപ്പോൾ 50 വർഷം ജനാധിപത്യം ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിഷേധിച്ചിരുന്ന സാഹചര്യത്തിൽ അതികാലത്ത് പോരാട്ടം നടത്തിയ ആളുകൾ ഈ മണ്ണിൽ നിന്നുണ്ടായി. ജനാധിപത്യം അവരെ നേരിട്ട് സ്മരിക്കുന്നു, അവരെ നമ്മൾ ഇന്ന് ജനാധിപത്യം നമ്മുടെ അവരുടെ പ്രോഗ്രാമങ്ങൾ ഉൾക്കൊള്ളാൻ ഇപ്പോഴത്തെ ബിജെപിയുടെ പോരാട്ടം നടത്തിയ ആളുകൾ ഈ മണ്ണിൽ നിന്നുമായിരുന്നു എന്നുള്ളത് അവരെ സൂചിപ്പിക്കുന്നത്, സ്മരിക്കുന്നു. അവരെ നമ്മൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാൻ 50 വർഷം മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിന്റെ എത്രമാത്രം ഗതിയിലാക്കി, എത്രമാത്രം ജനസ്വാധീനം കൈവരിച്ചു എന്ന് സൂചിപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ പ്രസ്ഥാനങ്ങളും ഇന്ന് ഏറ്റവും പ്രസക്തമായ 50 വർഷം മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. എത്രമാത്രം ജനസ്വാധീനം കൈവരിച്ചു എന്നുള്ളതാണ്. കാരണം സമ്പൂർണമായും പരാജയമായിട്ടുള്ള ഒരു സർക്കാർ ഭരിക്കുന്ന ഏറ്റവും പ്രസക്തമായ കാലഘട്ടം മാറിയിരിക്കുക. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. കാരണം സമ്പൂർണമായും പരാജയപ്പെട്ട ജനവിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. മന്ത്രിമാരെ സ്വയം പറഞ്ഞിരിക്കുന്നു, സിസ്റ്റം തകർന്നിരിക്കുകയാണ്. അതാണ് ഇപ്പൊ എല്ലാ മന്ത്രിയും പറയുന്നത്. ഏത് പ്രശ്നം ഉണ്ടായി